ഞങ്ങൾ അറ്റ്ലസിലോട്ട് എത്തുന്നത് വളരെ ആക്സിഡൻ്റലി ആണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓൾറെഡി എന്താ പറയുക ഞങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് റെൻഷിലെ ഒരു കോൺട്രാക്ടറെ കാണുകയും അയാളെ വർക്ക് ഓൾമോസ്റ്റ് ഹാഫ് വേ ഇട്ടിട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഇൻറ്റീരിയർ എങ്ങനെ ഇത് റിസോൾവ് ചെയ്യാം എന്ന രീതിയിൽ കൺഫ്യൂസ് ആയി നിൽക്കുമ്പോഴാണ് ജിഷയുടെ ആക്ച്വലി ഞങ്ങൾ ആദ്യം ഒന്ന് രണ്ടിടത്തുനിന്ന് ഇതെടുത്തു, നമ്മൾ കോട്ട് എടുത്തു. അതിനുശേഷം അറ്റ്ലസിനെ കുറിച്ച് ഞങ്ങൾ പല സോഷ്യൽ മീഡിയയിൽ കാണുകയും ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തു. ആൻഡ് കഴക്കൂട്ടത്ത് അവിടെയുള്ള അൽസാജിന്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു ഓഫീസിലോട്ട് പോകും. അതിനുശേഷം പിന്നെ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടില്ല. അതെ, പോയപ്പോ അവരുടെ ടീമിന്റെ അവരുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ ഇതായിരുന്നു. ഒറ്റപടി പറഞ്ഞ പക്ക പ്രൊഫഷണലിസം ആയിരുന്നു, 100% പ്രൊഫഷണൽ. അതിനുശേഷം അവരുമായിട്ട് ഒന്ന് രണ്ട് സിറ്റിംഗ് ഇരുന്നതോടുകൂടി തന്നെ നമ്മുടെ ഡ്രീം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ ഇനിഷ്യലി ഒരു 2D ഡ്രോയിങ് വരച്ച് തരികയും ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു 3D ലെവലിലോട്ട് പോയി ഒരു ഇനിഷ്യൽ കോട്ട് തന്നു. കുറച്ച് നാളെടുത്തു നമുക്കിത്. ഞങ്ങളുടെ വേറെ കുറച്ച് പ്രോബ്ലംസ് ആണ്, ഞങ്ങളുടെ ബിൽഡറിന്റെ പ്രോബ്ലംസ് കാരണം ഇച്ചിരി ലാഗ് വന്നു. പക്ഷേ സമാധാനപരമായിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്നു. അവർക്കറിയാം ഞങ്ങളുടേത് ഹോൾട്ടാണെന്ന്. ഞങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതെ ബ്രീത്തിങ് സ്പേസ് കിട്ടി പെട്ടെന്ന് ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷനായപ്പോൾ ഞങ്ങളുടെ കൂടെ ആ സ്പീഡിൽ തന്നെ അവർ നിന്നു. ശരിക്കും ടീം അറ്റ്ലസ് ഞാൻ മെയിനായിട്ട് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കുറേ ലിമിറ്റേഷൻ വന്നപ്പോൾ ഞാൻ അത് ചോദിച്ചു. അവർ വളരെ പെട്ടെന്ന് തന്നെ ഓക്കെ, പുതിയ ഞാൻ സെറ്റ് ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രെയിമിൽ നിന്നുകൊണ്ട് അവരെന്നെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമുക്ക് ഏത് രീതിക്ക് ഇതിനെ കൊണ്ടുവരാം, എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഓരോ കാര്യത്തിനും അവരുടെ ടീമിൻ്റേതായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഈവൻ എൻ്റെ ഇൻറ്റേർണൽ പെയിൻറ്റിങ് എനിക്ക് ഏതാണ് അതിൻ്റെ കുറേ പെയിൻസിൻ്റെ ഡ്രാഫ്റ്റ് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ടീം വന്നാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അത് ഏത് നമുക്ക് ഫൈനൽ ചെയ്താൽ ഫൈനൽ പ്രോഡക്റ്റ് നമ്മുടെ ഫൈൻ ആയിരിക്കും എന്നതൊക്കെ അവർ വളരെ വളരെ എക്സ്ട്രീം ലെവലിൽ ഹെൽപ്പ് ചെയ്തു. അതുപോലെ ഞങ്ങൾക്ക് പേരെടുത്ത് പറയാനാണെങ്കിൽ ജിതിൻ ഞങ്ങളുടെ കൂടെ ആദ്യത്തെ day 1 മുതൽ ലാസ്റ്റ് ദിവസം വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജിതിൻ. താങ്ക് യു ജിതിൻ, ഹാറ്റ്സ് ഓഫ് ടു യു. നല്ലൊരു വർക്കായിരുന്നു. പിന്നെ കോർഡിനേഷൻ ബൈ ഹസീന, അനൂപ്, ദേവി, അരുൺ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ എല്ലാവരും അഭിപ്രായം പറയും. അറ്റ്ലസിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവർ എല്ലാവരും അഭിപ്രായം പറഞ്ഞ് അതിനെ എങ്ങനെ നല്ല രീതിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവരണം എന്നുള്ളത്. അതിനുശേഷം ഇൻസ്റ്റലേഷൻ ടീം, ഫാക്ടറി ടീം പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഫാക്ടറിയിൽ അവരുടെ ഫാക്ടറി പേഴ്സണലി വിസിറ്റ് ചെയ്തിരുന്നു. കാര്യം എനിക്ക് ഞാനൊരു സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് എന്താണ് ഇവരുടെ ഫാബ്രിക്കേഷൻ മെത്തേഡ് എന്ന രീതിയിലൊക്കെ ടോട്ടലി ഫുള്ളി ഓട്ടോമൈസ്ഡ് ആയിട്ടുള്ള, അതായത് മെഷീനറീസ് കൊണ്ട് മാത്രം അത് വെൽ ഓർഗനൈസ് ചെയ്ത് CNC പ്രോഗ്രാം ബേസ്ഡ് ഒക്കെ ചെയ്യുന്ന ഒരു വെൽ സെറ്റപ്ഡ് ഫാക്ടറി. ഇതൊക്കെ കണ്ട് സാറ്റിസ്ഫൈ ആയതിനു ശേഷമായിരുന്നു ഞാനും അറ്റ്ലസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തത്. പക്ഷെ അവരുടെ ടീം വർക്ക് പറയാതിരിക്കാൻ വയ്യ. ഈവൻ ഫാക്ടറി സൈറ്റിലെ സൂപ്പർവൈസേഴ്സ്, അവരുടെ വർക്കേഴ്സ്, അവരുടെ മറ്റു സെയിൽസ് ടീമിൻ്റെ പിന്നെ കോർഡിനേഷൻ എല്ലാം, ഇൻക്ലൂഡിങ് സജീറിൻ്റെ ഇൻപുട്ട് പറയാതിരിക്കാൻ വയ്യ. ഷാജഹാൻ സാർ, ഇങ്ങനെ ഓരോരുത്തരോടും ഞങ്ങൾ വളരെയധികം താങ്ക്ഫുള്ളാണ്. ബിക്കോസ് എന്ത് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോ അത് അവർ ഫുൾഫിൽ ചെയ്തു തന്നു. അതുപോലെ കിച്ചണിലാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ഓപ്പൺ സ്പേസ് ആണ്. അപ്പം കുറച്ച് കബോർഡ്സ് മാത്രമേ നമുക്ക് സ്പേസ് ഉണ്ട്. പക്ഷെ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിനെ എത്രയും ബ്യൂട്ടിഫുൾ ആക്കി തന്നത് താങ്ക്സ് ടു അറ്റ്ലസ്. അതുപോലെ ഇനി ആരെങ്കിലും അവരുടെ ഡ്രീം കൊണ്ടുവരാൻ, അതായത് ഫുൾഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വി ടോട്ടലി റെക്കമെൻഡ് അറ്റ്ലസ്. അവർ ഇനീഷ്യൽ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ലാസ്റ്റ് സ്റ്റേജ് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് വീടെന്ന സ്വപ്നം. പക്ഷേ അത് പലതും നമ്മുടെ മാത്രം മൈൻഡിലുള്ള കാര്യമാണ്. ഇത് നമ്മളെ കൊണ്ട് നമ്മുടെ മൈൻഡിലുള്ള കാര്യം നമ്മളിൽ നിന്ന് ക്ഷമയോട് കേട്ട് അത് വ്യക്തമായി നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെ ഒരു 3D ഡ്രോയിങ്ങിൽ ഉണ്ടാവും. ഞങ്ങളുടെ 3D ഡ്രോയിങ് ആക്ച്വലി ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യത്യാസവും ഇല്ല. ഡ്രോയിങ്ങിൽ എന്ത് തന്നോ അത് തന്നെയാണ് ഔട്ട്പുട്ടും വന്നിരിക്കുന്നത്. ഇനിഷ്യലി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു വളരെ വലിയൊരു ചീറ്റിങ്ങിൽ നിന്നാണ് ഞാൻ അറ്റ്ലസിലോട്ട് എത്തിയത്. പക്ഷേ എനിക്ക് അറ്റ്ലസിൽ നിന്ന് കിട്ടിയ റിമാർക്കബിൾ ഇതൊന്നും അപ്രോച്ച് കാരണം ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. അറ്റ്ലസ് എന്താണോ ടോട്ടലി വി ആർ റെക്കമെൻഡിങ് അതേഴ്സ്.